ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം തിരുലിഖിതം. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, യൂദാ വംശത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യൂദാ വംശത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ, ഈ പുണ്യദിനത്തിൽ സ്വർഗത്തിൻ്റെ വലിയ അഭിഷേകങ്ങൾ, സ്വർഗത്തിൻ്റെ വലിയ കൃപാവരങ്ങൾ, സ്വർഗത്തിൻ്റെ വലിയ ആത്മാഭിഷേകങ്ങൾ, സ്വർഗത്തിൻ്റെ വലിയ കൃപാവര അഭിഷേകങ്ങൾ ഇന്ന് നമ്മുടെ മേൽ സമൃദ്ധമായി ചൊരിയപ്പെടാൻ വേണ്ടി 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഉത്തിതനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ ദിവസത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ വന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട എല്ലാ മക്കളുടെ മേലും സ്വർഗത്തിൻ്റെ ഉന്നതമായ ജ്ഞാനത്തിൻ്റെ അഭിഷേകം നിറയ്ക്കണമേ, കൃപയുടെ അഭിഷേകം നിറയ്ക്കണമേ, നിലനിൽപ്പിൻ്റെ അഭിഷേകം നിറയ്ക്കണമേ, ഉണർവിൻ്റെ അഭിഷേകം നിറയ്ക്കണമേ. അന്ധകാരങ്ങളും തിന്മകളും പാപങ്ങളും ഭാരപ്പെടുത്തുന്ന എല്ലാ ചിന്തകളും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ ഈ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ഈ ദൈവമക്കൾക്ക് തടസ്സങ്ങൾ, എതിർചിന്തകൾ, ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം സൃഷ്ടിക്കുന്ന എല്ലാ അരൂപികളെയും ശക്തികളെയും നസ്രയനായ യേശുവിന്റെ നാമം അയച്ച് ബന്ധിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇപ്പോൾ നിറയണമേ, വചനത്തിൻ്റെ ആത്മാവേ ഇപ്പോൾ നിറയണമേ, വിശ്വാസത്തിൻ്റെ ആത്മാവേ ഇപ്പോൾ നിറയണമേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, യുവതി യുവാക്കന്മാരുടെ മേൽ പുതിയൊരു അഭിഷേകം വന്ന് നിറയട്ടെ. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളുടെ മേലും ദൈവകൃപയുടെ പുതിയ പ്രവാഹങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളും ദൈവകൃപ ഇപ്പോൾ വലയം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2012 ആണ്ടിലെ ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം അന്ധകാരത്തിലെ പ്രത്യാശ. ഹല്ലേലൂയ. അന്ധകാരത്തിലെ പ്രത്യാശ. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള തിരുലിഖിതങ്ങൾ. സിംഹാസനസ്ഥന്റെ വലത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും 7 മുദ്രകൾ പതിച്ചതുമായ ഒരു ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താത്തതിനാൽ ഞാൻ വളരെ വളരെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർക്കാനും 7 മുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു.
ഹല്ലേലൂയ. കൊല്ലപ്പെട്ട കുഞ്ഞാട് നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തന്നെ നിന്നതല്ല, അത് പിതാവായ ദൈവം നിർത്തിയ കുഞ്ഞാടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പിതാവായ ദൈവം മഹത്വപ്പെടുത്തിയ കുഞ്ഞാടാണ്. അത് പിതാവായ ദൈവം എല്ലാ അധികാരങ്ങളും എല്ലാ ശക്തിയും എല്ലാ ആധിപത്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്ത കുഞ്ഞാടാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞാട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ ലോകം എങ്ങനെയാണ് ഈ കുഞ്ഞാടിനോട് പെരുമാറിയത്? നിങ്ങൾ വചനം മനസ്സിലാക്കണം. വിശുദ്ധ ലിഖിതങ്ങളിൽ ലോകം എങ്ങനെയാണ് ഈ കുഞ്ഞാടിനോട് പെരുമാറിയത് എന്ന് വിവിധ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 19-20 തിരുലിഖിതങ്ങൾ, ഇതാ ഒരു പറ്റം ആളുകൾ യേശുവിന് ചുറ്റും നിൽക്കുകയാണ്. ഈ യേശു വളരെ ശക്തിയോടെ പ്രഘോഷിക്കുന്നു. ഈ യേശു സ്വർഗരാജ്യത്തിന്റെ ബലത്തോടെ പ്രഘോഷിക്കുന്നു. യേശു ദൈവരാജ്യത്തിന്റെ ഇടപെടലുകൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവന് ചുറ്റും കൂടിയ ഫരീസയർ, അവന് ചുറ്റും കൂടിയ ജ്ഞാനികൾ, അവന് ചുറ്റും കൂടിയ ലോകത്തിന്റെ ശ്രേഷ്ഠന്മാർ അവരെന്താണ് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 19-20 വാക്യങ്ങൾ പറപ്പിക്കുകയാണ്. ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, എന്തിന് അവൻ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെ പേർ അവനെ പറ്റി പറഞ്ഞു. നോക്കുക, പിതാവായ ദൈവം അയച്ച് ഈ ഭൂമിയിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി സ്വർഗരാജ്യത്തിന് ശക്തിയോടെ പ്രവർത്തിച്ച യേശുവിനെ കണ്ടപ്പോൾ ലോകത്തിലെ ശ്രേഷ്ഠന്മാർ എന്താണ് പറഞ്ഞത്? അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്. യേശുവിനെ അവർ ഭ്രാന്തൻ എന്ന് വിളിച്ച്, ഭ്രാന്തൻ, യേശുവിന് ഭ്രാന്താണെന്ന് അവർ പറയുക. ഇതാ വിശുദ്ധ ലിഖിതത്തിൽ മറ്റൊരു ഭാഗത്ത് യേശുവിൻ്റെ സഹോദരന്മാർ വന്ന് യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഇതാ വന്നിരിക്കുകയാണ്. കാരണം അവന് ഭ്രാന്താണെന്ന് പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞാൽ, അങ്ങനെ അവരുടെ വീട്ടിൽ പോലും എത്രയെങ്കിൽ സമൂഹത്തിൽ അത് പ്രചരിച്ചു. യേശുവിന് ഭ്രാന്തി പിടിച്ചു എന്ന് ഒരു പറ്റം ആളുകൾ വിശ്വസിക്കാൻ തക്കവണ്ണം അത് സമൂഹത്തിലൊരു കിംവദന്തിയായി പ്രചരിപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അത് കേട്ടിട്ടാണ് വീട്ടുകാർ വന്നത് യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ കയറും ചമ്മട്ടിയും അല്ലെങ്കിൽ ഒരുപാട് സംഗതികളായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. കാരണം യേശുവിന് ഭ്രാന്തി പിടിച്ചത് അവർ വീട്ടിൽ കേട്ട്, എന്നിട്ട് ആളുകളെ കൂട്ടി അവരെല്ലാവരും കൂടെ പുറപ്പെട്ടു വന്ന പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി. നോക്കുക, ആ ദൈവത്തിൻ്റെ പ്രിയപുത്രനെ ഇതേ മാതിരിയാണ് സമൂഹം ചിത്രീകരിച്ചത്. ഭ്രാന്തൻ, ഭ്രാന്തി പിടിച്ച്. ഇതാ വേറൊരു കൂട്ടം ആളുകൾ, അവന് പിശാചുണ്ട്, അവനിതെല്ലാം ചെയ്യുന്നത് പിശാചിന്റെ ശക്തി കൊണ്ടാണ്, അവന് പിശാചുണ്ട്, അവനെന്തോ സേവയുണ്ട്, അവനെന്തോ നിഗൂഢ ശക്തിയുണ്ട്, ഇങ്ങനെ അവന് പിശാച് ബാധിതൻ എന്ന് വേറെ ചിലരെ വിളിച്ചിരിക്കുകയാണ്. ഇനിയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു കൂട്ടം ആളുകൾ മാറുന്നത് എങ്ങനെയാണ്? അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ, അവൻ ഗുണമില്ല, അവൻ വഴിപഴച്ചവനാണ്, ശരിയല്ല, അവൻ മറ്റുള്ളവരെ വഴിപഴപ്പിക്കുന്നു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ നിന്നാണ്, അവൻ ലോ ഗ്രേഡ്, ഗുണമില്ലാത്തവൻ, അങ്ങനെ എഴുതി തള്ളുകയാണ് ഒരു കൂട്ടം ആളുകൾ. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 18-19 തിരുലിഖിതങ്ങളിലാണ്. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു, അവനെ നിങ്ങൾ പിശാച് ബാധിതൻ എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. അപ്പോൾ യേശുവിനെ തൊട്ടതിനും പിടിച്ചതിനെല്ലാം ഇവർ കുറ്റപ്പെടുത്തുകയാണ്. ഇതാ വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 48, 49, 50 തിരുലിഖിതങ്ങൾ, അവിടെ ഇതാ വേറൊരു കൂട്ടം ആളുകൾ അവർ യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത്? അവർ പറയുന്നത് ഇവൻ ജാരസന്തതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പച്ചത്തേറി, ഇവൻ സമരിയാക്കാരൻ. സമരിയാക്കാരൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വളരെ മോശമായ ഒരു ബ്രാൻഡ് നെയിമാണ് സമരിയാക്കാരൻ എന്ന് പറഞ്ഞാൽ ചീത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ജാരസന്തതി എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് സമരിയാക്കാരൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് അത്രയും അധപ്പതിച്ച വിധത്തിലാണ് യേശുവിനെ അവർ ചിത്രീകരിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 48, 49 തിരുലിഖിതങ്ങൾ. യഹൂദർ പറഞ്ഞു, നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് വെറുതെയല്ല, ശരിയല്ലേ? യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു.
അപ്പോൾ യേശുവിനെ അത് വേദനിപ്പിച്ചു. യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഈശോ ചെയ്ത രീതി എന്താണ്? ഇങ്ങനെ ഈശോയുടെ ചുറ്റിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഒരുപാട് പേര് ജാരസന്ധതി എന്ന് വിളിക്കുന്നു, ഒരുപാട് പേര് പിശാചുണ്ടെന്ന് കുറേ പേര് ഭ്രാന്ത് പിടിച്ചെന്ന് പറയുന്നു, കുറേ പേര് പറയുന്നു ചുങ്കക്കാരും പാപികളുടെ സ്നേഹിതൻ, ഇവൻ ശരിയല്ല, ഗുണമില്ലാത്തവനാണ്. കുറേ പേര് പറയുന്നു ഇവൻ ആളുകളെ വഴിപിഴപ്പിക്കുന്നവൻ. അത് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ ഈശോ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോയ്ക്കെതിരെ അവർ ആരോപിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ആരോപണം, ഇവൻ അനേകരെ വഴിപിഴപ്പിക്കുന്നവൻ എന്ന് മുദ്ര കുത്തിയിരിക്കുകയാണ് ഈശോയെ. ഇവൻ അനേകരെ വഴിപിഴപ്പിച്ചു എന്നാണ് പറയണത്. അപ്പോൾ സമൂഹത്തിലെ ഒരു പ്രത്യേക തരത്തിൽ എന്നും കൊത്തും കോളും വെച്ച് സംസാരിക്കുക, എന്നും കുറ്റപ്പെടുത്തുക, എന്നും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ചുറ്റിനും നിൽക്കുക, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അനേകർ ഈശോയെ വേദനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഈ കാര്യത്തെക്കുറിച്ച് പറയണത് എന്താണ്? ഈശോ പലപ്പോഴും ഏകാന്തതയിലും പലപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലായപ്പോൾ ഈശോ ഈ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 29-30 തിരുലിഖിതങ്ങൾ യേശു പഠിപ്പിക്കുകയാണ്, എന്നെ അയച്ചവൻ എപ്പോഴും എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. യേശു തൻ്റെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ 2 സെൻറ്റൻസിൽ അങ്ങോട്ട് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ജീവിതം മുഴുവനും എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതിൽ ഞാൻ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 17-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ 5:17, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. വേറൊരു ഭാഗത്ത് ഈശോ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പിതാവിൽ നിന്ന് കേട്ടത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോൾ പിതാവിൽ കാണുന്നത് ചെയ്യുന്നു, പിതാവിൽ നിന്ന് കേട്ടത് പഠിപ്പിക്കുന്നു, പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടം വിവേചിച്ചറിഞ്ഞ് ആ ഇഷ്ടങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിതം എന്തായിരുന്നു? പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടത് ഈശോ പറയുന്നു, കേട്ടത് ഈശോ പഠിപ്പിക്കുന്നു, പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടം വിവേചിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. അങ്ങനെ പിതാവിൽ നിന്ന് കേട്ടതും പിതാവിൽ കണ്ടതും പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അറിഞ്ഞതുമായ കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ ജീവിത പ്രമാണമായി കൊണ്ടു നടന്ന അനുഗ്രഹത്തിൻ്റെ ജീവിതമായിരുന്നു യേശുവിൻ്റെ ജീവിതം. യേശു പിതാവിനെ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിച്ച്, പക്ഷേ ലോകം അവനെ വെറുത്ത്, ചുറ്റുമുണ്ടാകുന്ന അനേകർ അവനെ അപമാനിച്ച്, അവനെ വേദനിപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പീലാത്തോസിൻ്റെ അരമനയിലുള്ള ആ വിചാരണകളും വിധികളെല്ലാം നിങ്ങൾ ഓർക്കട്ടെ. ഒരു മനുഷ്യൻ അവിടെ ഈശോയ്ക്ക് വേണ്ടി സജീവമായി നിന്ന് ഉറക്കെ 2 വാക്ക് വിളിച്ചു പറയാനുണ്ടായിരുന്നില്ല. മാത്രമല്ല, ബറാബാസിനെ വേണോ യേശുവിനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ബറാബാസിനെ മതി, ഇവനെ ക്രൂശിക്കുക. ആ പട്ടണത്തിൽ കൊലപാതകങ്ങളും കലാപങ്ങളും ചെയ്ത് ഏറ്റവും ഹീനമായ പ്രവൃത്തി ചെയ്ത ബറാബാസിനേക്കാളും ഹീനനായിട്ട് അവർ ഈശോയെ അങ്ങോട്ട് അവഗണിച്ച്, അങ്ങോട്ട് വേദനിപ്പിച്ച്. ഇതെല്ലാം ഈശോയെ വേദനിപ്പിക്കുന്നില്ലേ? വേദനിപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴെല്ലാം ഈശോ അതിൻ്റെ നടുവിലും അക്ഷോഭ്യനായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതാ ഒരു പടയാളി വന്ന് യേശുവിന് കർണത്തടിച്ചിട്ട് ഇങ്ങനെയാണോ നീ മറുപടി പറയേണ്ടത് എന്ന് യേശുവിനെ ശാസിക്കുകയാണ്. യേശുവിൻ്റെ മുഖത്തേക്ക് അടിച്ചിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, ദൈവപുത്രൻ്റെ മുഖത്തടിക്കുക. അപ്പോഴും ഈശോ അക്ഷോഭ്യനായി. എല്ലാം സമാധാനത്തോടെ അഭിമുഖീകരിച്ച് കടന്നു പോവുകയാണ്. അപ്പോൾ ലോകം ഇവൻ്റെ ജീവിതം ഭ്രാന്താണെന്ന്, ഇവൻ്റെ ജീവിതം വിലകെട്ടതാണെന്ന് അങ്ങോട്ട് സ്ഥാപിക്കുകയാണ്. ആരെയാണ് പിതാവ് ബഹുമാനിക്കുന്നത്, അവരുടെ ജീവിതമാണ് വിലയുള്ള ജീവിതമെന്ന് ഈശോ നമുക്ക് തരുന്ന പാഠം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവനെ കുരിശിൽ തറച്ച് 2 കള്ളന്മാരുടെ മധ്യ അവനെ കുരിശിൽ തറച്ച് അങ്ങനെ ഏൽപ്പിക്കാവുന്ന ഏറ്റവും വലിയ അപമാനങ്ങളെല്ലാം ഏൽപ്പിച്ച് അവനെ ലോകത്തിൽ നിന്ന് യാത്രയാക്കി. അവനെ കല്ലറയിൽ അടക്കം ചെയ്ത് പരമാവധി നിന്ദാവചനങ്ങളും പരമാവധി അപമാനങ്ങളും പരമാവധി മനോവേദനയും പരമാവധി ഒറ്റപ്പെടുത്തലും യേശുവിൻ്റെ മേൽ ലോകം ഏൽപ്പിച്ച്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവനെ കല്ലറയിൽ അടച്ച്. ഹല്ലേലൂയ. ആ തകർക്കപ്പെട്ട യേശുവാണ്, ആ കൊല്ലപ്പെട്ട വധിക്കപ്പെട്ട യേശുവാണ് ഇതാ ഉയർത്തെഴുന്നേറ്റ് അജയ്യനായി ലോകത്തെയും മരണത്തെയും ജയിച്ചവനായി നിൽക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 11-ാം തിരുലിഖിതം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും ജീവൻ പ്രദാനം ചെയ്യും. ഈ വചനത്തിലൂടെ, തിരുലിഖിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്, യേശു ക്രിസ്തു തന്നെ ഉയർത്തെഴുന്നേറ്റതല്ല, യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ പ്രിയപുത്രൻ്റെ മേൽ അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നു എന്ന് സകല ലോകങ്ങളും അറിയേണ്ടതിന് ഇതാ യേശുവിൻ്റെ മേൽ പിതാവായ ദൈവം തൻ്റെ അംഗീകാരത്തിൻ്റെ ആത്മാവിനെ അയച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, പാതാളത്തിൽ നിന്ന് അവനെ മഹത്വത്തോടെ ഉയർപ്പിച്ച് മരണത്തെയും ലോകത്തെയും ജയിച്ചവനായി പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ച് മഹത്വപ്പെടുത്തി നിർത്തി. ഹല്ലേലൂയ. സകലത്തിൻ്റെ മേൽ പിതാവായ ദൈവം ഈ കൊല്ലപ്പെട്ട കുഞ്ഞാടിന് അധികാരവും വാഴ്ചയും ശക്തിയും നൽകി. അവന് കിരീടങ്ങളും ആധിപത്യങ്ങളും അവൻ നൽകി. എല്ലാം അവൻ്റെ പാദാന്തികത്തിൽ കൊണ്ടുവന്ന് പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ച് അവൻ അങ്ങനെ മഹത്വത്തോടെ, മഹത്വത്തിൻ്റെ കർത്താവായി ഇതാ പിതാവായ ദൈവത്താൽ ഉയർപ്പിക്കപ്പെട്ട് അങ്ങനെ അവനെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് പിതാവായ ദൈവം പിടിച്ചുയർത്തി നിർത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവപൈതലേ, യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനം അന്ധകാരത്തിൽ നമുക്കുള്ള പ്രത്യാശയാണ്. നമ്മുടെ ജീവിതവും ഏതാണ്ട് ഇതുപോലെയല്ലേ കടന്നു പോകുന്നത്? ഈ ഭൂമിയിൽ പ്രിയ വിശ്വാസി, നീ ചിന്തിച്ചു നോക്കുക. നീ ഒരു ആത്മീയ വഴിയിലൂടെ നടക്കുമ്പോൾ നിന്നെ അംഗീകരിക്കുന്ന എത്ര പേരുണ്ട് നിന്റെ ചുറ്റിലും? നിന്നെ മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട് നിന്റെ ചുറ്റിലും? യേശുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാതെ പോയ ജീവിതമാണ്. ലോകം മനസ്സിലാക്കാൻ പരാജയപ്പെട്ട ജീവിതമാണ് യേശുവിൻ്റെ ജീവിതം. ചുറ്റുമുള്ളവർ മനസ്സിലാക്കാൻ പരാജയപ്പെട്ട ജീവിതമാണ് യേശുവിൻ്റെ ജീവിതം. അങ്ങനെ നീ ചിന്തിച്ചു നോക്കും, നിന്നെ എത്ര പേരെന്ന് മനസ്സിലാക്കുന്നുണ്ട്? നിന്റെ ആത്മീയ ആഗ്രഹങ്ങൾ, നിന്റെ ആത്മാവിൻ്റെ തുടിപ്പുകൾ, നിന്റെ ഹൃദയത്തിൽ നീ നിന്റെ പിതാവായ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എടുക്കുന്ന ഓരോരോ ചുവടുവെപ്പുകൾ, തീരുമാനങ്ങൾ, ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഇത് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? നീ എത്രയോ തവണ ഈ ഒരു കാര്യത്തെ പ്രതി, നിന്റെ ആത്മീയ ജീവിതത്തെ പ്രതി, നിന്റെ ആത്മീയതയെ പ്രതി നിന്ദിക്കപ്പെടുന്നു, ഞെരുക്കപ്പെടുന്നു, പരിത്യജിക്കപ്പെടുന്നു, ഒറ്റപ്പെടുത്തപ്പെടുന്നു, കുറ്റപ്പെടുത്തപ്പെടുന്നു. പ്രിയ പൈതലേ, ഇതിൻ്റെ നടുവിൽ നീ ദുർബലനാകരുത്. ഇതാ നമുക്ക് മുമ്പേ ലോകം പീഡിപ്പിച്ച്, ലോകം എഴുതി തള്ളിയ യേശുവിനെ പിതാവായ ദൈവം ഉയർത്തി നിർത്തിയിട്ട് എൻ്റെ അംഗീകാരം ഇങ്ങനെയുള്ള ആളുകളുടെ മേലായിരിക്കുമെന്ന് ലോകത്തോട് പിതാവായ ദൈവം വലിയൊരു പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ്. യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ലോകത്തിലുള്ള സകല വഷളന്മാർക്കും, സകല ലോകക്കാർക്കും പിതാവായ ദൈവം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഞാനതിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. അവർ പശ്ചാത്താപ വിവശരായി ദീനരോധനത്തോടെ പരസ്പരം പറയും, ഭോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്നയ്ക്ക് പര്യായമാക്കിയത്. അവൻ്റെ ജീവിതം ഭ്രാന്താണെന്നും അവൻ്റെ അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു. അവൻ എങ്ങനെ ദൈവപുത്രരോട് കൂടെ എണ്ണപ്പെട്ട് വിശുദ്ധരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ചു? അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളാണ്. നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല, നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ല. അധർമ്മത്തിൻ്റെയും വിനാശത്തിൻ്റെയും പാതയിൽ നാം യഥേഷ്ടം സഞ്ചരിച്ചു. വഴിത്താരയില്ലാത്ത മരുഭൂമികളിലൂടെ നാം സഞ്ചരിച്ചു. കർത്താവിൻ്റെ മാർഗത്തെ നാം അറിഞ്ഞുമില്ലല്ലോ. പ്രിയ ദൈവപൈതലേ, നീ അന്ന് ചങ്കത്ത് കൈ വെച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇന്ന് നീ ഇത് തിരിച്ചറിയണം. ഒരുപക്ഷെ നീ ഇന്ന് മദ്യപാനത്തിൽ പൂണ്ട്, നീ ഇന്ന് അധർമ്മത്തിൽ പൂണ്ട്, നീ ഇന്ന് തിന്മയിൽ പൂണ്ട്. ഇതാണ് ലോകം, ഇതാണ് ജീവിതം എന്ന് ചിന്തിച്ച് വശായി എല്ലാവരുടെ കയ്യടി ഏറ്റുവാങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നീ വേദനയോടെ, നിന്റെ ഹൃദയം വെങ്ങലോടെ ഇതെല്ലാം അംഗീകരിച്ച് ഏറ്റുപറയുന്ന ഒരു ദിവസം വരും. അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി? ധനവും ഗർവും നമുക്ക് എന്ത് നൽകി? കടന്നു പോകുന്ന നിഴൽ പോലെയും കിംവദന്തി പോലെയും എല്ലാം അപ്രത്യക്ഷമായി.
ഇളകി മറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിപ്പിക്കാത്തതുപോലെ അവയെല്ലാം അപ്രത്യക്ഷമായല്ലോ. പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല. ചിറകടി ഏൽക്കുന്ന ലോലവായു പറക്കലിന്റെ വേഗത്താൽ മുറിയുന്നു, എന്നാൽ അടയാളം അവിടെ അവശേഷിപ്പിക്കുന്നില്ല. ചിറക് കൊണ്ട് വായുവിനെ തുളച്ചു കീറി പക്ഷി മുന്നോട്ട് പോകുന്നു, എന്നാൽ അതിൻ്റെ അടയാളം അവശേഷിക്കുന്നില്ല. ലക്ഷ്യത്തിലേക്ക് എയ്യുന്ന അസ്ത്രം വായുവിനെ ഭേദിച്ചാലും ഉടനെ അത് കൂടിച്ചേരുന്നു. അങ്ങനെ അസ്ത്രത്തിന്റെ മാർഗം ആരും തിരിച്ചറിയുന്നില്ല. അപ്രകാരം ജനിച്ച ഉടനെ ഇല്ലാതായതുപോലെ ആയല്ലോ നമ്മുടെ ജീവിതം. സുഹൃതത്തിന്റെ അടയാളമൊന്നും നമുക്ക് കാണിക്കാനില്ലല്ലോ. നമ്മുടെ ദുഷ്ടതയിൽ നാം നശിച്ചു പോയല്ലോ. ഇന്ന് 10-100 വർഷം, 10-50 വർഷം ഇവിടെ നീ പ്രതാപിയായിരിക്കാം, ഇവിടെ നീ മാന്യദേഹമായിരിക്കാം, ഇന്ന് എല്ലാവരുടെ കയ്യടിയേറ്റ് വാങ്ങുന്നൊരു സ്ഥിതിയിലായിരിക്കാം. എന്നാൽ പ്രിയ പൈതലേ, നിന്റെ ഈ ജീവിതം പിതാവായ ദൈവം നിന്റെ മേൽ അംഗീകാര മുദ്ര വെക്കാൻ തക്കവണ്ണമുള്ള ദൈവ വിചാരത്തിന്റെ ഒരു ജീവിതമാണോ? നീ ഈ വിധത്തിൽ പോയാൽ പിതാവായ ദൈവത്തിന് അംഗീകാര മുദ്ര അന്ത്യനാളിൽ നിന്റെ മേൽ ഉണ്ടാകുമോ? ഇന്ന് ആര് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതല്ല, നാളെ ദൈവം ആര് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാന നിർണായക ഘടകം. പ്രിയ പൈതലേ, തിരിച്ചറിയണം. ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഉയർത്തി നിർത്തിയിട്ട് എനിക്ക് നിങ്ങൾക്കും ഒരു പാഠം തരുന്നുണ്ട്. ഈ ലോകത്തിൽ ഒരുപക്ഷെ അന്ധകാരം, ഈ ലോകത്ത് ഒരുപക്ഷെ തിരസ്കരണം, ഈ ലോകത്ത് ഒരുപക്ഷെ വിലയുള്ള മാനം കെട്ടതുപോലുള്ള ജീവിതം, ഒരുപക്ഷെ ഭ്രാന്ത്, ഒരുപക്ഷെ നിന്ദാവചനങ്ങൾ കേട്ട് ദുഷിവാക്കുകൾ കേട്ടുള്ള ജീവിതം. പക്ഷെ അതിവതറാതെ പിതാവിൻ്റെ വഴികളിൽ ആത്മീയതയിൽ നീ ഉറച്ചു നിന്നാൽ നാളെ നിനക്ക് ഉത്തിതനായ യേശുവിനോടുകൂടെ ജയാളിയായ ഒരു ജീവിതമുണ്ട്. എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തട്ടെ. ലോകത്തിൻ്റെ നൈനിമിഷ സുഖങ്ങൾ, പാപത്തിൻ്റെ ക്ഷണിക സുഖങ്ങൾ, അതല്ല, അതിനും അപ്പുറത്ത് പിതാവിൻ്റെ അംഗീകാര മുദ്രയുള്ള ജീവിതം. നാളെ പിതാവിനാൽ ഉയർത്തപ്പെടേണ്ട ഒരു ജീവിത രീതി ഇന്ന് എനിക്ക് കൈമുതലാകണം. അതിനുവേണ്ടി ദൈവമേ, യേശുവിൻ്റെ ഉത്ഥാനത്തിന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ, ഈ ഈസ്റ്റർ സുദിനത്തിൽ സ്വർഗത്തിൽ നിന്നും വിശുദ്ധിയുടെ ആത്മാവിനെ, ആത്മീയതയുടെ കൃപയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ നിവേശിപ്പിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ മണിക്കൂറുകൾ അഭിഷേകം കൊണ്ട് പൊതിയുന്ന മണിക്കൂറാക്കി മാറ്റണമേ. ഓരോ കുടുംബങ്ങളിൽ നിന്ന് കാലങ്ങളായുള്ള അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകരുന്ന മണിക്കൂറാക്കണമേ. ഓരോ ഹൃദയങ്ങളിൽ നിന്ന് കാലങ്ങളായുള്ള അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന മണിക്കൂറാകട്ടെ. ഓ യേശുവിന്റെ ആത്മാവ് ഇപ്പോൾ നിറയട്ടെ. യേശുവിന്റെ കൃപയുടെ ബോധ്യങ്ങൾ നിറയട്ടെ. യേശുവിന്റെ കൃപയുടെ സ്പർശനങ്ങൾ ലഭിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. പൈശാചിക ബാധകൾ വിട്ടുപോകട്ടെ. ദുർമോഹങ്ങൾ, ദുർമതക്കാർ, ദുർവിചാരക്കാർ, ദുർബുദ്ധിക്കാർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓ സാത്താൻ തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അടിമകളാക്കി ലോകപ്രകാരം നയിക്കുന്ന, ലോകപ്രകാരം വ്യാപരിക്കുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും ലോക അരുവികൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉത്തിതനായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ ആന്തരിക നേത്രങ്ങളെ ഇപ്പോൾ തന്നെ തുറക്കണമേ. ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം നിറയ്ക്കണമേ. ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ. ആരാധന, ആരാധന. യേശുവേ, 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 നിറയണമേ. ശരീരങ്ങളിലേക്ക് നിറയണമേ, ഹൃദയങ്ങളിലേക്ക് നിറയണമേ, ബുദ്ധിയിലേക്ക് നിറയണമേ, കുടുംബങ്ങളിലേക്ക് നിറയണമേ, സ്ഥാപനങ്ങളിലേക്ക് നിറയണമേ. ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം തിരുലിഖിതം. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, യൂദാ വംശത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ, എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ.
ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായം 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭൂമിയുടെ മേൽ നിത്യമായി അധികാരം നൽകപ്പെട്ടിരിക്കുന്ന രക്ഷിതാവായ യേശു തൻ്റെ രക്തം കൊണ്ട് ഈ ഭൂമിയിൽ അനേകരെ പിതാവായ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ പുരോഹിതരുമാക്കിയവൻ. ഇന്ന് നീ പാപത്തിലോ തകർച്ചയിലോ ആയിരിക്കാം. യേശു ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്തി നീ യേശു ക്രിസ്തുവിനെ ഉറക്കെ വിളിക്കുമെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഉത്ഥാനത്തിന്റെ ദിനത്തിൽ വിടുതലുണ്ട്. ഈ ഉയർപ്പ് തിരുനാളിൽ നിനക്ക് രക്ഷയുണ്ട്. യേശുവിനെ വിളിക്കുക. യേശുവേ, 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 യേശുവേ. സകല തകർച്ചകളിലേക്ക് എഴുന്നള്ളി വരണമേ. എല്ലാ ദുശീലങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പാപത്തിന്റെ ആധിപത്യങ്ങളെ തകർക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി ബലിയായി തീർന്ന യേശുവേ, കുരിശുമരണത്തിന് യോഗ്യതയാൽ മദ്യപാനവും ചീട്ടുകളിയും ദുർവൃത്തിയും ചീത്ത കൂട്ടുകെട്ടുകളും അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളും ഇപ്പോൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ഉത്ഥാനം ചെയ്തവനേ